വചനമൊഴി മെയ് 23. വചനഭാഗം 1 കോരിന്തോസ് 2:1-5, മത്തായിയുടെ സുവിശേഷം 15:10-20. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജനങ്ങളെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുവിൻ. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്നു പറഞ്ഞു, ഈ വചനം ഫരീസേയർക്ക് ഇടർച്ചയുണ്ടാക്കുന്നെന്ന് നീ അറിയുന്നുവോ? അവൻ മറുപടി പറഞ്ഞു, എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. അവരെ വിട്ടേക്കൂ, അവർ അന്ധർക്ക് വഴികാട്ടികളായ അന്ധരാണ്. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. മറുപടിയായി പത്രോസ് അപേക്ഷിച്ചു, ഈ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണമേ. അവൻ പറഞ്ഞു, നിങ്ങളിപ്പോഴും ഗ്രഹണശക്തിയില്ലാത്തവരാണോ? വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുന്നെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. കാരണം ദുഷ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, ദൈവദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. എന്നാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് ആന്തരികമായ വിശുദ്ധിയെക്കുറിച്ചാണ്, ഹൃദയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ്. ബൈബിൾ രചിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യൻ 4 ഘടകങ്ങളുടെ സമുന്നയമാണ് എന്നാണ് കരുതിയിരുന്നത്. ബസാർ അഥവാ ശരീരം, നെഫസ് അഥവാ ആത്മാവ്, റുവാഹ് അഥവാ അരൂപി, ലേവ് അഥവാ ഹൃദയം. ഈ 4 ഘടകങ്ങൾ ചേരുന്നതാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ ഹൃദയമാണ് തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം സംസാരിച്ചിരുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്ന ഘടകം ഹൃദയമായിരുന്നു. ഹൃദയത്തിൽ നിന്നാണ് തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിച്ചിരുന്നത് എന്ന് പറയുന്നത്. ഹൃദയത്തിലായിരുന്നു ആത്മാവും റുവാഹും വസിച്ചിരുന്നുവെന്നും കരുതിയിരുന്നു. അതുകൊണ്ട് ഹൃദയം വളരെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ഹൃദയത്തിൻ്റെ വിശുദ്ധിയും നിർമ്മലതയുമാണ് മനുഷ്യന് എന്താണ് എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. ഹൃദയത്തിലാണ് നന്മയും തിന്മയും ഒക്കെ മെനയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഹൃദയം നിർമ്മലമാണ്, വിശുദ്ധമെങ്കിൽ മനുഷ്യനും വിശുദ്ധിയുള്ളവനായിരിക്കും. ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത്, ഹൃദയത്തിൻ്റെ നിർമ്മലത ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അവനാക്കി മാറ്റുന്നത്. ഇന്ന് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത് ഹൃദയത്തിൻ്റെ നിർമ്മലതയാണ്, വിശുദ്ധിയാണ്. നിർമ്മലമായ ഹൃദയത്തോടും വിശുദ്ധമായ മനസാക്ഷിയോടും കൂടി കർത്താവിനെ സമീപിക്കുവാനുള്ള കൃപയാണ് നാം ഓരോ പരിശുദ്ധ കുർബാനയിലും പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇന്ന് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നതും ഹൃദയത്തിൻ്റെ നൈർമല്യം കാത്തു സൂക്ഷിക്കാനാണ്. ഹൃദയ നൈർമല്യത്തോടെ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്നാണ് ഈശോ പറയുന്നത്. നിർമ്മല ഹൃദയത്തോടെ വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.